ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി 2025 ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തുകയുണ്ടായി. 5 വിക്കറ്റ് നേടി ബംഗ്ലാദേശിനെ 228 റൺസിന് പുറത്താക്കാൻ ഇന്ത്യയെ സഹായിച്ച മുഹമ്മദ് ഷമിയും സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ത്യയുടെ വിജയശില്പികൾ. കരിയറിലെ 8ാമത്തെ ഏകദിന സെഞ്ചുറിയാണ് ഗിൽ കുറിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സുകളിൽ ഈ നേട്ടം കൈവരിക്കുന്ന താരമെന്ന റെക്കോർഡും ഗിൽ സ്വന്തമാക്കി. ഗിൽ 51 ഇന്നിംഗ്സുകളിൽ നിന്നാണ് ഈ നേട്ടം കൈവരിച്ചത്. 57 ഇന്നിംഗ്സുകളിൽ നിന്ന് 8 സെഞ്ചുറികൾ നേടിയ ശിഖർ ധവാന്റെ റെക്കോർഡ് ഇതോടെ തകർന്നു. മാത്രവുമല്ല, ഗില്ലിന്റെ തുടർച്ചയായ 2ാം ഏകദിന സെഞ്ചുറിയാണിത് എന്നതും എടുത്തു പറയേണ്ടതാണ്. പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും ഗില്ലിന് തന്നെ. 129 പന്തിൽ പുറത്താവാതെ 101 റൺസ് നേടിയ ഗില്ലിന്റെ ബാറ്റിംഗ് ക്രിക്കറ്റ് ലോകത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റി. ഇതിന് തൊട്ട് മുൻപ് നടന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഗിൽ സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു. അടുത്ത മത്സരത്തിൽ പാകിസ്ഥാനെ നേരിടുമ്പോൾ മികച്ച ഫോമിലുള്ള ഗില്ലാണ് ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷ. ബാറ്റ് ചെയ്യാൻ എളുപ്പമുള്ള പിച്ച് അല്ല ഇത്. എന്നിട്ടും സ്വതന്ത്രമായി ഒഴുകുന്ന ബാറ്റ്സ്മാൻ ആയ ഗിൽ 125 പന്തുകളിൽ സെഞ്ചുറി തികച്ചു. ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും വേഗത കുറഞ്ഞ ഏകദിന സെഞ്ചുറിയാണ്. ഗില്ലിന്റെ ശ്രദ്ധേയമായ പ്രകടനത്തെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആകാശ് ചോപ്ര പ്രശംസിച്ചിരുന്നു. ഗില്ലിൻ്റേത് ഏറ്റവും മികച്ച ഏകദിന സെഞ്ചുറി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ആരാധകർ ഗില്ലിനെ ഒരു രാജകുമാരൻ എന്നാണ് വിളിക്കുന്നതെങ്കിലും അദ്ദേഹം രാജാവ് തന്നെയാണെന്നും ചോപ്ര പറഞ്ഞു. ഇത് ഗില്ലിന്റെ ഏറ്റവും മികച്ച ഏകദിന ഇന്നിംഗ്സ് ആയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ 8ാമത്തെ സെഞ്ചുറിയാണ്. ICC ടൂർണമെന്റിലെ ആദ്യത്തേതും. കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവും എന്നതിനാൽ ICC സെഞ്ചുറിക്ക് പ്രത്യേകതയുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഏകദിന സെഞ്ചുറിയാണെന്ന് ഞാൻ കരുതുന്നു. മുൻപ് അദ്ദേഹം ഇരട്ട സെഞ്ചുറി നേടിയിട്ടുണ്ട് എന്നും ചോപ്ര തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. ഏകദിന ക്രിക്കറ്റിന്റെ രീതികൾ അദ്ദേഹത്തിന് നന്നായി അറിയാം. 250 മത്സരങ്ങൾ കളിച്ചാൽ അദ്ദേഹം എക്കാലത്തെയും മികച്ച ഏകദിന ബാറ്റ്സ്മാനിൽ ഒരാളായി ഫിനിഷ് ചെയ്യും. നിങ്ങൾ അദ്ദേഹത്തെ രാജകുമാരൻ എന്ന് വിളിക്കുന്നു, പക്ഷേ അദ്ദേഹം രാജാവിനേക്കാൾ ഒട്ടും താഴെയല്ല. അദ്ദേഹത്തിന്റെ കഴിവ് കണക്കിലെടുക്കുമ്പോൾ ഗില്ലിന് ആകാശമാണ് അതിരുകൾ എന്നും ചോപ്ര പറഞ്ഞു. അതേസമയം ശുഭ്മാൻ ഗിൽ 51 ഇന്നിംഗ്സുകളിൽ നിന്ന് 8 സെഞ്ചുറികളും 15 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 2688 റൺസ് നേടിയിട്ടുണ്ട്. അടുത്ത 5 ഇന്നിംഗ്സുകളിൽ 312 റൺസ് നേടിയാൽ ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 3000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കാം. 57 ഇന്നിംഗ്സുകളിൽ നിന്ന് ഈ നാഴികക്കല്ല് പിന്നിട്ട ഹാഷിം അംലയുടെ പേരിലാണ് നിലവിൽ ഈ റെക്കോർഡുള്ളത്.